എല്ലാവർക്കും ഡേ 1 മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു വിചാരിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്ന ഓരോ ഘട്ടങ്ങളായി എനിക്ക് വാരാഹി ദേവിയുടെ അനുഗ്രഹത്തോടെ കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു 80% കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് പോകുന്ന കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അത് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നടന്നിട്ട് പറയാമെന്നുള്ളത്. എനിക്ക് അയർലൻഡിലേക്ക് പോകാനുള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് എല്ലാം ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കണമെങ്കിൽ നമ്മളൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ട്രയൽ പോലെ നമ്മൾ ഒരിക്കലും പരീക്ഷിക്കരുത്, ദൈവത്തെ നമ്മൾ പരീക്ഷിക്കരുത്. അപ്പോൾ മനസ്സ് ശുദ്ധി വരുത്തി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേവി കേൾക്കും. ഇപ്പോൾ തുടർച്ചയായി ഞാൻ 3:30 ആകുമ്പോഴത്തേക്കും ഞാൻ അമ്പലങ്ങൾ ദർശിക്കാറുണ്ട്. അതായത് നമ്മുടെ നിർമ്മാല്യം തൊഴാറുണ്ട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ. തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, മഹാദേവ ക്ഷേത്രം. അവിടെ ദർശിക്കാറുണ്ട്. അവിടുത്തെ നിർമ്മാല്യം കണ്ടിന്യൂസ് ആയിട്ട് 41 ദിവസം ദർശിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് പറയും. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴൊരു സന്തോഷത്തിൻ്റെ ആ ഒരു ലെവലിലാണ് ഉള്ളത്. അപ്പം അതായത് ഒരുപാട് കാത്തിരുന്ന, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്ന ആ ഒരു കാര്യം നടക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പോലും എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് എനിക്ക് ദേവി നടത്തി തന്നു, അല്ലെങ്കിൽ എൻ്റെ ദൈവം, ഞാൻ വിചാരിച്ച ആ ഒരു കാര്യം എനിക്ക് ദൈവം നടത്തി തന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും എനിക്ക് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഞാൻ ഇത്രമാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഒരൊറ്റ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മളാ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതവർ നന്നായിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് നമ്മളെ നല്ലതാവാൻ ശ്രമിക്കുക, അതായത് നമ്മൾ നല്ലതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു, നമ്മൾ സഹായിക്കുന്ന പലരും ശ്രമിച്ചു. അപ്പോൾ അവർക്കും ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പ്രാർത്ഥിച്ചതല്ല, അത് അവർക്ക് കിട്ടും ഓട്ടോമാറ്റിക്കലി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കതിൻ്റെ ശരിക്കും നമ്മളത് നോക്കേണ്ട കാര്യമില്ല. അതിനുള്ള തക്കതായ ശിക്ഷ അവർക്ക് തന്നെ കിട്ടിക്കോളും. അപ്പം ഞാൻ അത്രയും വിചാരിക്കുന്നുള്ളൂ. കാര്യം അവരുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്യിക്കുന്നതായിരിക്കും. നമുക്ക് അവരോട് ആൻസർ ഇല്ല പറയാനായിട്ട്. അവർ നന്നായിക്കോട്ടെ, അതായത് ഇനി അവരുടെ കഷ്ടപ്പാടുകൾ മാറി നല്ല രീതിയിൽ എത്താൻ അവർ ശ്രമിക്കട്ടെ. അതിനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ അവരുടെ വിജയത്തിലേക്ക് എത്താനായിട്ട് അവർ ശ്രമിക്കട്ടെ. അതായത് കുടുംബം നോക്കുക, അതുപോലെ തന്നെ അവരുടെ ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം അവർക്ക് ചെയ്യും. പകരം മറ്റുള്ളവരെ നശിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ നന്മയാണോ ചെയ്തത്, നമുക്ക് നന്മയെ എത്തുള്ളൂ. നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവർക്ക് തിരിച്ചടിയും. അതുകൊണ്ട് ഒരിക്കലും നമ്മളത് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിത് ഇത്രയും പറയുന്നുള്ളൂ. വാരാഹി അമ്മ എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ദേവിയാണ്. നമ്മൾ ദേവിയെ പരീക്ഷിക്കരുത്. പകരം നമ്മൾ ഡെയിലി മനഃശുദ്ധി വരുത്തി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അശുദ്ധമായിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പോലും ധ്യാനിക്കുന്നതിന് പ്രോബ്ലമൊന്നുമില്ല. പറ്റുന്ന പോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഏതാണ് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണ് ദേവിയുടെ മന്ത്രം ചൊല്ലേണ്ടതെന്നൊക്കെ. ശരിയാണ്, വൈകുന്നേരങ്ങളിലാണ് ജപിക്കേണ്ടത്. അതായത് രാത്രിയാണ് ദേവിയെ ജപിക്കാനുള്ള ഉത്തമമായ സമയം. പക്ഷേ അത് പറ്റാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. ദേവിക്ക് അറിയാമല്ലോ നമ്മുടെ സാഹചര്യമല്ലേ. ഞാനും ചില സമയങ്ങളിൽ എനിക്ക് രാത്രി പറ്റാതെ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ കൺവീനിയൻറ്റ് ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നേരത്തെ ദേവി കേൾക്കാതൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ നന്നായി പോവുക, നല്ലതായിട്ട് ഇതാക്കുക. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും നമ്മൾ എന്താ പറയുക, എടുത്തു ചാടാതെ 10 പേരോട് ചോദിച്ചിട്ട് അത് ശരിയായിരിക്കുമോ എന്നുള്ള ആ ഒരു ഇത് വരുത്തിയ ശേഷം മാത്രമേ അത് ചെയ്യാവുള്ളൂ. അപ്പം ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, പക്ഷേ എന്നാലും ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പലരും ചോദിച്ചിരുന്നു വാരാഹി അമ്മയുടെ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ളത്. അതായത് മന്ത്രം, ഇനി പറയാൻ പോകുന്ന മന്ത്രം, അതായത് രാവിലത്തെയും വൈകുന്നേരത്തെയും കൂടെയുള്ള മന്ത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കഴിവതും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ അറിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അറിയാത്ത ആളുകൾക്ക് ഇതൊരു ഉപകാരപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി പൊയ്ക്കോട്ടെ. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡേ 1 മുതൽ ഡേ 11 വരെയുള്ള എന്താ പറയുക മന്ത്രമാണ് അല്ലെങ്കിൽ പൂജയാണ് നടക്കുന്നത്. അപ്പോൾ ഡേ 1 മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രെയറാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കുക. അപ്പോൾ ഈ ഒരു മന്ത്രം 21 തവണയാണ് ജപിക്കേണ്ടത്. ഈ ഒരു മന്ത്രം ഓരോ മന്ത്രവും, അതായത് ഞാൻ പറഞ്ഞു ഡേ 1 ഒരു മന്ത്രം, ഡേ 1 ഈവനിങ് മന്ത്രം, മോർണിംഗ് മന്ത്രം, ഈവനിങ് മന്ത്രം, അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ മന്ത്രവും 21 തവണയാണ് ജപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിയായ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുമ്പോൾ നിങ്ങൾ പകുതി അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ദേവിയുടെ മന്ത്രം അങ്ങനെ തോന്നിയ പോലെ ജപിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് തിരിച്ചടിക്കും. അതുകൊണ്ട് 21 തവണയാണ് ഈ 2 മന്ത്രവും ജപിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏതാ മന്ത്രം എന്നൊന്ന് പറയാം, കൂടെ ജപിക്കുക. ഓം വരാഹവദനായ നമഃ, ഓം വാരാഹി നമഃ, 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 ഓം വരാഹവദനായ നമഃ, ഓം വാരാഹി നമഃ,
वराहवदनाय नमः। ॐ वाराहे नमः। ॐ 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 वराहवदनाय नमः। ॐ वाराहे